മാഷെ നമസ്കാരം. നമസ്കാരം. മാഷെ, CPM-ന്റെ കിരീടം വയ്ക്കാത്ത രാജാവാണ് MV ഗോവിന്ദൻ എന്ന് പറയാം. MV ഗോവിന്ദനെ എന്താ പറയുക, മുൾമുനയിൽ നിർത്തിയ ഒരു ഉണ്ണിയാർച്ച അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഇല്ലെങ്കിൽ പെൺപുലി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇത്തരം സമുദായത്തിലുള്ളവര് ബ്രാഹ്മണര് അത് തെറ്റായ ഒരു അല്ലല്ലോ, അത് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുന്നു. സാറിനെ പോലുള്ളവർ ഇങ്ങനെ പറയാൻ പാടില്ല. കണ്ടല്ലോ വീഡിയോ. അതായത് ബ്രാഹ്മണ സ്ത്രീകളെ കുറിച്ചുള്ള MV ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെ നടു റോഡിൽ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വന്നപ്പോൾ MV ഗോവിന്ദനെ പൊരിച്ചടുക്കി ഒരു സ്ത്രീ. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറിയിരിക്കുകയാണ് സഖാവ് ഗോവിന്ദൻ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ നട റോഡിൽ ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇപ്പോഴും പഠിക്കാത്തവരാണ് സഹാക്കന്മാർ, അല്ലേ? അല്ല, ഗോവിന്ദ മാസ്റ്ററെ കുറിച്ച് നമ്മൾ പല സമയത്തും സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും വിവാദപരമാണ്. അതുമാത്രമല്ല, പലതും വിഡ്ഢിത്തം നിറഞ്ഞതും കൂടിയായിരുന്നു. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ പത്രങ്ങളിലും ടെലിവിഷനിലൊക്കെ കാണുന്നതാണ്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ പ്രതിഷേധമാണ്. അവരെ പ്രതിഷേധിക്കാൻ കാരണം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ വാചകം എന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതാണ്, സ്ത്രീകളെ മുഴുവനായിട്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ബ്രാഹ്മണർക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന രീതിയിലുള്ള വർത്തമാനമാണ് അപകടകരമായിട്ടുള്ള വർത്തമാനമായി മാറിയത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ നേതൃസ്ഥാനം എന്ന് ഇദ്ദേഹമുള്ളതിൻ്റെ പേരിൽ ഞാൻ പറയുന്നതാണ്. ഏത് പാർട്ടിയുടെയും നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ നടത്തുന്ന പരാമർശങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധിപരമായിരിക്കണം, മാതൃകാപരമായിരിക്കണം, നിലപാടുള്ളതായിരിക്കണം. ഇപ്പോൾ സുരേഷ് ഗോപിയാണ് യഥാർത്ഥത്തിൽ ഗോവിന്ദ മാസ്റ്ററുടെ ഈ വർത്തമാനങ്ങളിലേക്ക് കൊണ്ടുവന്നത്. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാതൻ എന്ന പ്രയോഗം, അത് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ വളരെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദം ഗാന്ധിയും അതേപോലെ തന്നെ അംബേദ്കറും തമ്മിലുണ്ടായതാണ്. ഗാന്ധിയും അംബേദ്കറും തമ്മിലുണ്ടായ ആ വാദപ്രതിവാദം എന്ന് പറയുന്നത് ദളിതർക്ക് രാഷ്ട്രീയ അധികാരം വേണം എന്നതായിരുന്നു അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള വാദം. അതായിരുന്നു എങ്കിൽ മാത്രമാണ് അവർക്ക് ഇന്ത്യയിൽ അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കാൻ അവസരമുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് അദ്ദേഹം നിർദ്ദേശിച്ചൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദളിതരുടെ മണ്ഡലം, ദളിതർ വോട്ട് ചെയ്യുന്ന മണ്ഡലം വേണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള നിയോജക മണ്ഡലങ്ങളല്ല. ദളിതർക്ക് മാത്രമായിട്ട് നിയമമണ്ഡലങ്ങൾ നിശ്ചയിക്കുക, അതിൽ വോട്ടർമാരെന്ന് പറഞ്ഞാൽ ദളിതർ മാത്രമായിരിക്കും, അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ദളിതർ തന്നെ ആയിരിക്കും. ഗാന്ധി അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. കാരണം ഗാന്ധിക്കും അറിയാം രാഷ്ട്രീയ അധികാരമാണ് ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയെന്ന്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ചെയ്താൽ അവർ വീണ്ടും വിഭജിക്കപ്പെടുകയും അല്ലെങ്കിൽ ഹിന്ദു സമൂഹം വീണ്ടും വിഭജിക്കപ്പെടുകയും അങ്ങനെ കൂടുതൽ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് അത് മാറിത്തീരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള മണ്ഡലത്തിൽ തന്നെയാണ് ദളിതർ നിൽക്കേണ്ടത് എന്നുള്ളതായിരുന്നു. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു തർക്കം എന്ന് പറയുന്നത്. അവസാനം ഗാന്ധി പറയുന്ന കാര്യമാണ് അംഗീകരിക്കപ്പെട്ടത്. എല്ലാവരും അടങ്ങിയ ഒരു നിയോജക മണ്ഡലത്തിൽ ദളിതർക്ക് മത്സരിക്കാനായിട്ടുള്ള സംവരണം, അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എങ്ങനെ ദളിതരെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന ചർച്ചയ്ക്ക് അവസാനമായത്. പക്ഷേ സുരേഷ് ഗോപി ഇതൊന്നും വായിച്ച് കാണാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി തോന്നിയ ഒരു കാര്യം, അതായത് പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നതായിട്ടുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മന്ത്രി എന്ന് പറയുന്നത് ഉന്നത കുലജാതനായാൽ അവർക്ക് വളരെ മെച്ചമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയപരവും ചരിത്രപരവുമായിട്ടുള്ള പശ്ചാത്തലത്തെ സമ്പൂർണ്ണമായിട്ട് മറന്നുകൊണ്ടാണ് സുരേഷ് ഗോപി അത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയെ അതിൻ്റെ പ്രതിപ്രസ്താവന എന്ന നിലക്കാണ് ഗോവിന്ദൻ ഇത്തരത്തിലുള്ളൊരു വെടിപൊട്ടിച്ചത്. പക്ഷേ അത് വളരെ അപകടകരമാണ്. കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി പറഞ്ഞതിനേക്കാൾ കൂടുതൽ അപകടകരമായിട്ട് സ്ത്രീവിരുദ്ധവും അതേപോലെ തന്നെ ജാതി അധിക്ഷേപം, വംശീയ അധിക്ഷേപത്തിൻ്റെയൊക്കെ സാധ്യതകൾ തുറന്നിട്ട വാചക കസർത്തായിട്ട് ഗോവിന്ദ മാസ്റ്ററുടെ വാചകങ്ങൾ മാറിത്തീർന്നു.
അതിന് ആ സ്ത്രീ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. നിങ്ങളെപ്പോലുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടിയാണ്. അങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിക്കേണ്ടത്. അങ്ങനെ പ്രതികരിച്ചാൽ മാത്രമാണ് നാളെ ഇവർ സ്റ്റേജിൽ കയറി നിന്ന് മൈക്കിൻ്റെ മുന്നിൽ നിന്ന് വർത്തമാനം പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾ തന്നെ വഴിയിൽ തടഞ്ഞു നിർത്തും എന്ന് തോന്നുകയുള്ളൂ. ആ തോന്നലാണ് ഇന്നത്തെ കാലത്തെ യഥാർത്ഥത്തിൽ ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ആര് നടത്തിയാലും, സുരേഷ് ഗോപി നടത്തിയാലും, CPM നേതാക്കൾ നടത്തിയാലും, കോൺഗ്രസ് നേതാക്കൾ നടത്തിയാലും അത് തെറ്റ് തന്നെയാണ്. സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായ രീതിയിലാണ്. ജാതി മതം എന്നതിനൊക്കെ അപ്പുറം മനുഷ്യനായി കാണണം, മനുഷ്യനായി കാണണം. അങ്ങനെയല്ലേ CPM എപ്പോഴും ഉയർത്തുന്ന വാദങ്ങൾ? അല്ല, മനുഷ്യനെ മനുഷ്യനായി കാണുക മാത്രമല്ല, മനുഷ്യനെ അന്തസ്സോടുകൂടി കാണാനും കൂടി ശ്രമിക്കണം. അതൊരു പ്രശ്നമാണല്ലോ. അത് ഇവരാരും കാണിക്കുന്നില്ല. ഇവർ അധികാരത്തിൻ്റെ ഉത്തംഗ സോപാനങ്ങളിരിക്കുന്ന ആളുകളായി മാറുന്നു. അവർ മനുഷ്യരെ മുഴുവനും പ്രജകളായിട്ട്, അല്ലേ? നേരത്തെ സുരേഷ് ഗോപിയുടെ ഒരു വാചകമായിരുന്നു, പ്രജകൾ മനുഷ്യർക്ക് പ്രജകളാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല ഇവരൊക്കെ കാണേണ്ടത്. ഇവർക്കൊക്കെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഗോവിന്ദ മാസ്റ്ററേയും സുരേഷ് ഗോപിനെയും അതേപോലുള്ള, ഞാൻ മറ്റുള്ളവരുടെ പേരൊന്നും പറയുന്നില്ല, ഇവരെയൊക്കെ പിടിച്ചിരുത്തി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കൊടുക്കണം. എങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടതും പെരുമാറേണ്ടതും, നിങ്ങളുടെ വാചകങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അതായത് മനുഷ്യനെ അന്തസ്സോട് കാണുക എന്നുള്ളത് അതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മനുഷ്യരും, നമ്മൾ സുരേഷ് ഗോപി നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാവരും മനുഷ്യരാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക പദവി കിട്ടി. ആ പദവിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കും. ഗോവിന്ദ മാസ്റ്ററിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു ഡ്രിൽ മാസ്റ്ററാണ്. അദ്ദേഹം CPMൻ്റെ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ CPMൻ്റെ സെക്രട്ടറിയായി. അപ്പോൾ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പ്രവർത്തിക്കാൻ ഒരുപാട് മാതൃകകൾ CPMൽ ഇതിക്ക് മുമ്പ് തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. ആ മാതൃകകളൊക്കെ ഉണ്ട്. അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കേണ്ടതിന് പകരം ഇദ്ദേഹത്തിന് തോന്നുന്ന വിടുവായുത്തങ്ങൾ വിളിച്ചു പറയുക പലതും. ഇതിപ്പോൾ ഇങ്ങനെ നേരിട്ട് സ്ത്രീയെ അധിക്ഷേപിക്കുകയും അതിന് പകരം ചോദിക്കേണ്ട സ്ത്രീകൾ മുന്നോട്ട് വരികയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ മറ്റെത്രയോ മണ്ടത്തരങ്ങളാണ്. ഇനി അടുത്ത കാലത്താണല്ലോ AI വിവാദം, അതിക്ക് കുറച്ച് മുമ്പാണ് അപ്പം തിയറി. ഇതൊക്കെ എവിടെ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ തലക്കകത്ത് കയറുക എന്ന് നമുക്കറിയില്ല ശരിക്കും പറഞ്ഞതിൻ്റെ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ അന്തസ്സുള്ള സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ്. നമ്മൾ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി, അതേപോലെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി. അപ്പോൾ ഇവരൊക്കെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ്. അവർ സമൂഹത്തെ വളരെ മാന്യമായ രീതിയിൽ ഡീൽ ചെയ്യുന്ന ആളുകളായി മാറണം. കാരണം ഇവരൊക്കെ നമ്മുടെ മാതൃകകളാണ് ശരിക്കും പറയാം. അപ്പോൾ ഇവരിൽ നിന്ന് വരുന്നതായിട്ടുള്ള സന്ദേശങ്ങളെല്ലാം മാതൃകാപരമായിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സുരേഷ് ഗോപിയെക്കുറിച്ച് നമുക്ക് നല്ലത് പറയാനാണ് ആഗ്രഹം, ഗോവിന്ദ മാസ്റ്ററെക്കുറിച്ച് നല്ലത് പറയാനാണ് ആഗ്രഹം. പക്ഷേ ഇവർ നല്ലത് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലത് പറയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇവർ ശരിക്കും മനുഷ്യരെ, ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഒരേപോലെ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. രാഷ്ട്രീയമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പുലർത്താം, അതിലൊരു തർക്കവുമില്ല. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളെന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ്. ആ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൽ ആരെയും എന്ത് ചെയ്യുന്നില്ല, എതിർക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ആശയങ്ങളാണ്, നിങ്ങളുടെ ആദർശങ്ങളാണ്. അത് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കൂ. ഞങ്ങൾക്ക് സ്വീകാര്യമായത് ഞങ്ങൾ സ്വീകരിക്കുന്നു, അല്ലാത്ത ഞങ്ങൾ തള്ളുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവർ പറഞ്ഞു അവസാനം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വ്യക്തിപരമായിട്ടും ജാതീയമായിട്ടും ഒക്കെ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെയും ജാതിയെയും ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് തിരുത്തപ്പെടണം. തിരുത്താൻ വേണ്ടിയിട്ട് ഒരു ദിവസമല്ല, ഞാൻ പറയുന്ന എല്ലാ ദിവസവും ഇവരൊക്കെ വഴിയിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ഉടനെ വഴിയിലിറങ്ങിയ ആളുകൾ എന്നോരോരുത്തരും ഇവരെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുക. അതാണ് നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യം നല്ലൊരു സമൂഹമാണ്. നല്ല സമൂഹത്തിൽ നല്ല മനുഷ്യർ, മാതൃകാപരമായി പ്രവർത്തിക്കുന്നവർ. നിരന്തരമായിട്ട് വിമർശനത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ നന്നാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കറക്ഷൻ പ്രോസസ്സാണ് ഈ അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറയുന്നത്. വഴിയിൽ നിന്ന് അങ്ങനെ ചോദ്യം ചെയ്തതും അങ്ങനെ തന്നെ കണക്കാക്കിയാൽ മതി. ഇത് തിരുത്തണം, നാളെ നിങ്ങളിങ്ങനെ പറയരുത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു പ്രക്രിയ. ശരിയാണ്, അദ്ദേഹം ജീവനം കൊണ്ട് ഓടി ട്രെയിനിൽ കയറി എന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു അതിൻ്റെ ഗ്രാവിറ്റി, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കാണും. നാളെ ഇനി മേലാൽ അദ്ദേഹം അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഈ CPMനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യില്ല
എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ട്. ആ ധൈര്യമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ CPM അല്ല പല നേതാക്കളുടെയും ഉള്ളിലിരിപ്പ്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. സ്ത്രീകളായാലും പുരുഷന്മാരായാലും നട റോഡിൽ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നവർ ബോധ്യപ്പെടുത്തുകയാണ് ഈ ഒരു. അല്ല, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും സമൂഹത്തിൻ്റെ മുന്നിൽ ജനങ്ങളുടെ മുന്നിലാണ് അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. അപ്പോൾ അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന വലിയ ഒരു കാര്യം അവരുടെ തോളിലുണ്ട് എന്നുള്ളത് അവർ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മേലാൽ ആളുകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ട് പാടില്ല. ശരിയാണ്, ഏത് പാർട്ടിയുടെ നേതാവിൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലേ, അവരുടെ പിന്നിൽ ആയിരങ്ങൾ 10,000 അണിനിരക്കുന്നു. അതുകൊണ്ട് അയാളെ ആരും ചോദ്യം ചെയ്യില്ല എന്നുള്ളത് അത് തിരുത്തണം. നിങ്ങൾ 10,000 ലക്ഷങ്ങളുടെ കോടികളുടെ നേതാവാണെങ്കിൽ പോലും നിങ്ങൾ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കും. ഒറ്റയാൾ ചോദ്യങ്ങളുണ്ടാകും, ഒറ്റയാൾ പട്ടാളങ്ങളുണ്ടാകും, ഉണ്ണിയാർച്ചകളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതാണ് പ്രധാനപ്പെട്ടത്.